بسم الله الرحمن الرحيم الذين آتيناهم الكتاب من قبله هم به يؤمنون وإذا يتلى عليهم قالوا آمنا به إنه الحق من ربنا إنا كنا من قبله مسلمين أولئك يؤتون أجرهم مرتين بما صبروا ويدرؤون بالحسنة السيئة ومما رزقناهم ينفقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1321 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖസസിലെ 52 മുതൽ 54 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آتيناهم الكتاب من قبله هم به يؤمنون وإذا يتلى عليهم قالوا آمنا به إنه الحق من ربنا إنا كنا من قبله مسلمين أولئك يؤتون أجرهم مرتين بما صبروا ويدرؤون بالحسنة السيئة ومما رزقناهم ينفقون صدق الله العلي العظيم. സൂറത്തുൽ ഖസസിലെ 52 മുതൽ 54 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ പ്രബോധന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹത്തെ അവിശ്വസിച്ചുകൊണ്ടൊക്കെ രംഗത്തുണ്ടായിരുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സൂറത്തുൽ ഖസസിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ മുന്നോട്ട് നീങ്ങുന്നത്. സുദീർഘമായ ഒരു ചരിത്ര ഭാഗം മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് വളരെയേറെ വിശദാംശങ്ങളോടുകൂടി ഈ സൂറത്തിന്റെ തുടക്കം മുതൽ നമ്മൾ എത്തിയിരിക്കുന്ന ഭാഗം വരെയായി പ്രതിപാദിക്കപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആളുകളെ കേൾപ്പിക്കുന്ന വിധത്തിലാണ് ആ വിവരണം വിശുദ്ധ ഖുർആനിൽ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇതൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യമായത് ആ ചരിത്ര സംഭവങ്ങൾ അരങ്ങേറുന്ന ഘട്ടങ്ങളിൽ അദ്ദേഹം ആ നാടുകളിലും ആ ആളുകളുടെ സാമീപ്യത്തിലുമൊക്കെയായി ഇതൊക്കെയും നിരീക്ഷിച്ചുകൊണ്ട് അവിടെ സന്നിഹിതനായിരുന്നത് കൊണ്ടായിരുന്നില്ല. മറിച്ച് അള്ളാഹു അവന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനുഗ്രഹവും കാരുണ്യവും എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ. മൂസ അലൈഹി ഇസ്ലാമിനെ ദൈവിക നിർദ്ദേശങ്ങളും അധ്യാപനങ്ങളും ഒക്കെ നൽകുന്നതിന് വേണ്ടി തൂർ പർവ്വതത്തിന്റെ അരികിലേക്ക് 70 അനുയായികളുമായിട്ട് എത്തിച്ചേരാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ച ഘട്ടത്തില് ആ ചരിത്ര സംഭവത്തിന് സാക്ഷിയായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. മദിയനിൽ 8-10 വർഷങ്ങള് മൂസ അലൈഹിസ്സലാം ചെലവഴിച്ച കാലത്ത് ആ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ കാണുവാനും അറിയുവാനും ഒക്കെ കഴിയുന്ന വിധത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല.
മദീനയിൽ നിന്ന് മടങ്ങുന്ന ഘട്ടത്തില് തൂർ പർവ്വതത്തിന്റെ അടുത്തേക്ക് ആദ്യമായിട്ട് കൂടിക്കാഴ്ചക്കായി വിളിച്ച ഘട്ടത്തില് മൂസ അലൈഹിസലാം ഒരു തീ കാണാനിടയായിട്ട് ആ തീയിൽ ആകൃഷ്ടനായി അങ്ങോട്ട് ചെന്ന സന്ദർഭം അള്ളാഹു അദ്ദേഹത്തോട് ഭാഷണം ചെയ്യുന്നത് കേൾക്കാൻ അവസരമുണ്ടായപ്പോ ആ ഘട്ടത്തിലും അതിന് സാക്ഷിയായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ കൃത്യതയോടുകൂടി യാതൊരു പിഴവും സംഭവിക്കാത്ത വിധത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ദൈവിക വെളിപ്പാടുകളിലൂടെ അവതരിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യമായിട്ടാണ്. അതുപോലെ നേരത്തെ താക്കീതുകാരൻ ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രദേശത്തെ ആളുകളെ അവര് ഉത്ബുദ്ധരാകുന്നതിനും ആലോചനയുള്ളവരായി മാറാനൊക്കെ വേണ്ടി അവർക്ക് താക്കീത് നൽകുന്ന ആവശ്യത്തിനു കൂടി വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. ഇത് ഈ ആളുകളുടെ കർമ്മപരമായ ദൂഷ്യങ്ങൾ കാരണമായിട്ട് അവർക്കെതിരിൽ ദൈവിക നടപടി ഉണ്ടാകുമ്പോ എന്തുകൊണ്ട് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ഒരു ദൂതനെ അയച്ചു തന്നില്ല, നിന്റെ ദൃഷ്ടാന്തങ്ങൾ കേട്ട് മനസ്സിലാക്കി സത്യമാർഗം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അവസരമാകുന്ന വിധത്തിൽ ഒരു ദൂതനെ നീ എന്തുകൊണ്ട് ഞങ്ങളിലേക്ക് അയക്കുകയുണ്ടായില്ല എന്ന് ഒരു ഘട്ടത്തില് ഇവര് പരാതി പറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം അള്ളാഹു ഇപ്പോ വിവരിച്ചു തന്നിരിക്കുന്നത് എന്ന് കൂടിയാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ മക്കയിലെ ആളുകള് ചോദിക്കുന്നത് മൂസാക്ക് കൊടുത്തതുപോലെയുള്ള അത്ഭുതകരമായ സിദ്ധികളൊന്നും എന്താ ഇയാൾക്ക് കൊടുക്കാത്തത്? മൂസ പല അത്ഭുതകരമായ കാര്യങ്ങളും കാണിക്കുകയുണ്ടായിട്ടുണ്ടല്ലോ എന്നാണ്. അള്ളാഹു അവരോട് തിരിച്ചു ചോദിക്കുന്നത്, എന്നിട്ട് നിങ്ങൾ ആ ദൃഷ്ടാന്തങ്ങളൊക്കെ മൂസ അലൈഹി ഇസ്ലാം കാണിച്ചിട്ട് മൂസ അലൈഹി ഇസ്ലാമില് വിശ്വസിക്കുകയുണ്ടായോ? നിങ്ങളുടെ പൂർവികര് വിശ്വസിക്കുകയുണ്ടായോ? ഇതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുകയുണ്ടായോ എന്നാണ്. അപ്പോ അവരുടെ പ്രതികരണം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഒരു ആഭിചാരക്രിയ മാത്രമാണ്. മൂസ കൊണ്ടുവന്നതും ഇപ്പോ മുഹമ്മദ് കാണിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ തന്നെ പരസ്പരം സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആഭിചാരക്രിയ മാത്രമാണ് എന്നാണ് അവരുടെ പ്രതികരണം. അങ്ങനെ പ്രതികരിച്ച ഒരു സമൂഹത്തോടാണ് ഒരു വെല്ലുവിളി എന്നുള്ള നിലക്ക് ഈ കാര്യം പറയാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കയ്യില് മൂസ കൊണ്ടുവന്നതിനേക്കാളും ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളതിനേക്കാളും ഒക്കെ ഉത്തമമായ പടച്ച തമ്പുരാനിൽ നിന്നുള്ള ഒരു മാർഗദർശനം വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവന്നോളൂ. ഞാനത് പിൻപറ്റാൻ സന്നദ്ധനാണ്. നിങ്ങൾ ഗൗരവത്തില് സത്യസന്ധതയോടുകൂടിയാണ് ഈ നിഷേധം രേഖപ്പെടുത്തുന്നതെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്ന് ഈ രണ്ട് ദൈവിക മാർഗദർശന ഗ്രന്ഥങ്ങളെക്കാളും ഉത്തമമായ ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അത് ദൈവികമാണെങ്കിൽ, അത് മനുഷ്യന് പ്രയോജനകരമായതാണെങ്കിൽ അത് പിൻപറ്റാൻ ഞാൻ സന്നദ്ധനാണ്. നിങ്ങളത് കൊണ്ടുവന്നോളൂ എന്നാണ് അവരോട് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ചുമതലപ്പെടുത്തുകയുണ്ടായത്. ഇനി ഇക്കാര്യത്തിന് അവര് വേണ്ട വിധത്തിൽ മറുപടി പറയാൻ സന്നദ്ധരാവുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, അവര് സ്വേച്ഛകളെ പൂജിച്ച് നടക്കുന്ന ആളുകളാണ്. അവര് സ്വേച്ഛകളെ പിൻപറ്റുകയാണ്. അവരുടെ കയ്യില് ദൈവിക ദൃഷ്ടാന്തങ്ങളോ ദൈവികമായ മാർഗദർശനമോ ഒന്നുമില്ല. അവരുടെ മനസ്സിന്റെ ഹവയെ പിൻപറ്റുകയാണ് അവര്. ഓരോ തോന്നലുകളാണ്, ആ തോന്നലുകളുടെ പുറകെ പോകുന്നവരാണ് അവർ.
കവികളെയും ദാർശനികന്മാരെയൊക്കെ പോലെയുള്ള ആളുകൾ. എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യം, സ്വന്തം സ്വേച്ഛകളെ പിൻപറ്റുന്ന, അതിന് ദൈവികമായ മാർഗദർശനത്തിന്റെ പിൻബലമൊന്നുമില്ലാത്ത സ്വേച്ഛകളെ, മനസ്സിൽ തോന്നുന്ന ആശയങ്ങളെ പിൻപറ്റുന്ന ആളുകൾ, അവരെക്കാൾ പിഴച്ച വഴിയിൽ ഉള്ളവരായിട്ട് വേറെ ആരാണുള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ധിക്കാരികളായ ആളുകളെ, ദൈവിക മാർഗദർശനം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതെ സ്വേച്ഛകളെ പിൻപറ്റി പോകുന്ന ആളുകളായ ഈ ലാലിമുകളെ അള്ളാഹു സന്മാർഗികളാക്കുകയേയില്ല. ഈ കാര്യങ്ങളൊക്കെയും നാം അവരിലേക്ക് എത്തിച്ചിരിക്കുകയാണ്, അവര് ഒരല്പം ബോധമുള്ളവരായെങ്കിലോ എന്ന നിലക്ക്. ഇതാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിരിക്കുന്ന 2-3 ആയത്തുകള് സൂറത്തുൽ ഖസസിൽ വരുന്നത്. അള്ളാഹു ഒരു പ്രത്യേക ചരിത്ര സംഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. മക്കയിലെ ആളുകൾ നിഷേധികളായിട്ട് നിലകൊള്ളുന്നു. അവർക്ക് തൗറാത്തോ ഇഞ്ചീലോ ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളോ ഒന്നും തന്നെ ദൈവികമായ ആയാത്തുകളാണ് എന്ന് ബോധ്യപ്പെടാത്തതല്ല പ്രശ്നം. അവര് സ്വന്തം ഇച്ഛകളെ, മനസ്സിന്റെ തോന്നലുകളെ, ചപലമായ അവരുടെ ആഗ്രഹാഭിലാഷങ്ങളെ, അതിന്റെ പുറകെ പോവുക എന്നതാണ് അവര് സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അതുകൊണ്ടാണ് അവരിത് പിൻപറ്റാൻ കൂട്ടാക്കാതിരിക്കുന്നത്. എന്നാൽ വേറൊരു കൂട്ടരുടെ കാര്യം ഇതാ കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഇവിടെ അറിയിക്കുന്നത്. മക്കയിലെ ആളുകള് അവരുടെ വീട്ടുമുറ്റത്തേക്ക് സത്യം എത്തിയപ്പോ, ദൈവിക മാർഗദർശനം അവർക്ക് വലിയൊരു അനുഗ്രഹമായി അവരെ തേടി വന്നപ്പോ, നൂറ്റാണ്ടുകളോളം ദൈവിക മാർഗദർശനം നൽകുന്ന പ്രവാചകന്റെ സാന്നിധ്യം ഇല്ലാതിരുന്ന ഒരു സമൂഹം എന്ന നിലക്കുള്ള വലിയ പരിഗണന നൽകിക്കൊണ്ട് അവരിലേക്കായിട്ട് തങ്ങളിൽ തന്നെ പെട്ട ഒരു ദൂതനെ അള്ളാഹു തെരഞ്ഞെടുത്ത് അയച്ചപ്പോ, എന്നിട്ട് ആ ദൂതൻ മുഖേന ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ പല കാര്യങ്ങളും അവരെ കേൾപ്പിച്ചു കൊണ്ടിരുന്നപ്പോ അവർക്ക് അതിന്റെ മൂല്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നില്ല. അവരതിനെ നിസ്സാരമായിട്ട് കാണുന്നു. എന്നാൽ അല്ലദീന ആതൈനാഹുമുൽ കിതാബ മിൻ ഖബ്ലിഹി, അള്ളാഹു മറ്റൊരു വിഭാഗത്തെ പരാമർശിച്ച് പറയുകയാണ്. നമ്മൾ ഇന്ന് വായിച്ചു തുടങ്ങുന്ന ആയത്ത്, ഈ 52-ാമത്തെ ആയത്ത് മുതൽ, അല്ലദീന ആതൈനാഹുമുൽ കിതാബ, വേദഗ്രന്ഥങ്ങള് നേരത്തെ നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നവരുണ്ടല്ലോ, അഹ്ലുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ, മിൻ ഖബ്ലിഹി, നേരത്തെ തന്നെ, ഈ വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന്റെ മുമ്പായിട്ട് തന്നെ വേദം നൽകപ്പെട്ട ആളുകൾ, വേദക്കാരായിട്ട് അറിയപ്പെടുന്നവർ, അവര് ഹും ബിഹി യുമിനൂൻ, അവരിതിൽ വിശ്വാസമുള്ളവരായിരിക്കുന്നു. ഇതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. വേദസമൂഹത്തിൽപ്പെട്ട ആളുകൾ, പൂർവിക വേദങ്ങളുടെ ആളുകൾ, നേരത്തെ തന്നെ ദൈവിക വേദങ്ങള് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ, അവര് ഹും ബിഹി യുമിനൂൻ, അവര് ഈ വേദത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുന്നു. അവരിതിൽ വിശ്വാസം ഉൾക്കൊള്ളുന്നു. മക്കയിലെ ആളുകളോ, നൂറ്റാണ്ടുകളായി വേദങ്ങളുമായി ബന്ധമില്ലാത്ത, ദൈവിക ദൂതന്മാരുമായി ബന്ധമില്ലാത്ത ഒരു സമൂഹം. അവരിലേക്ക് ദൈവിക കാരുണ്യം എന്നുള്ള നിലക്ക് ഈ വേദം അവതരിപ്പിക്കപ്പെട്ടപ്പോ, ആ വേദവുമായിട്ട് അവരിൽ തന്നെ പെട്ട ഒരാളെ അള്ളാഹു ദൂതനായിട്ട് അയക്കുകയും ചെയ്തപ്പോ അവർക്ക് അതിന്റെ മൂല്യം മനസ്സിലാവുന്നില്ല, അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ നേരത്തെ വേദം നൽകപ്പെട്ടിരുന്ന ആളുകളുണ്ടല്ലോ, യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളിലെ ആളുകൾ, അവരിലെ ഒരു കൂട്ടരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, അല്ലദീന ആതൈനാഹുമുൽ കിതാബ മിൻ ഖബ്ലിഹി, ഇതിനു മുമ്പ് തന്നെ വേദം നൽകപ്പെട്ടിരുന്നവരിൽ പെട്ട ആളുകൾ, അക്കൂട്ടർ, ഹും ബിഹി യുമിനൂൻ, അവരിതിൽ വിശ്വസിക്കുന്നു. ഇതൊരു ചരിത്ര സംഭവത്തിലേക്കുള്ള പരാമർശമാണ്.
ഈ സൂറത്ത് അവതരിച്ചുകൊണ്ടിരിക്കുന്ന മക്കയിലെ ഏകദേശം ആദ്യ പകുതി പിന്നിട്ട ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയും മക്കയിലെ സാഹചര്യം വളരെ ദുരിതപൂർണമായി മാറുകയും ചെയ്ത ഒരു ഘട്ടത്തില് ഒരു സംഘം ആളുകള് 20 പേരടങ്ങിയ ഒരു സംഘം മക്കയിൽ എത്തുന്നുണ്ട്. മക്കയിലേക്ക് ഇതിനകം പലായനം ചെയ്തിരുന്ന ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്യോപ്യയില് അവര് മുഖേന ഇസ്ലാമിനെ കുറിച്ചും മക്കയിൽ വന്നിരിക്കുന്ന ദൈവിക ദൂതനെ കുറിച്ചും അറിയാനിടയായ വേദക്കാരായ ആളുകൾ, ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ആളുകൾ, അവര് എന്താണ് മക്കയിലെ പുതിയ സംഭവ വികാസങ്ങൾ എന്നത് നേരിൽ അറിയുന്നതിന് വേണ്ടി മക്കയിൽ എത്തിയിരിക്കുകയാണ്. 10-20 പേരാണ് അവരുള്ളത്. എത്യോപ്യയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ജാഫർ ബിൻ അബി താലിബിൽ നിന്നും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്നുമായിട്ട് അവര് മക്കയിൽ വന്നിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് കേൾക്കാൻ അവസരമുണ്ടായി. അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങള് അവർക്ക് മനസ്സിലാക്കാൻ അവസരമൊരുങ്ങി. അപ്പോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം? മക്കയിൽ ഇപ്പോ വന്നിരിക്കുന്ന ആള് ശരിക്കും തന്നെ ദൈവിക പ്രവാചകനാണോ? അദ്ദേഹം പഠിപ്പിക്കുന്നത് ദൈവിക മാർഗദർശനം തന്നെയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് അവര് എത്യോപ്യയിൽ നിന്ന് മക്കയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അവര് മക്കയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തില് വരികയും കഅബയുടെ പരിസരത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കണ്ടുമുട്ടുകയും പല കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചറിയുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിക്കുന്നു. അവര് കേൾക്കാനിടയായ ദൈവിക വചനങ്ങള് അവരിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു. അത് കാരണമായി അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണ്, അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവിക സന്ദേശം തന്നെയാണ്, നേരത്തെ മൂസായും ഈസായും ഒക്കെ ബനു ഇസ്രായേൽ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുകയും അവര് അള്ളാഹുവിന്റെ പ്രവാചകനിൽ വിശ്വാസമുള്ളവരായി മാറുകയും ചെയ്യുകയാണ്. ഇതാണ് പശ്ചാത്തലം. ഇവര് വേദക്കാരാണ്. വേദം നൽകപ്പെട്ട സമൂഹത്തിൽ നിന്ന് സത്യം അന്വേഷിച്ച് പുറപ്പെട്ട ഒരു 20 പേരുടെ ഒരു സംഘമാണ്. അവരാണ് ഇന്നത്തെ വേദം ലഭിച്ചിരുന്ന കൂട്ടർ എന്നുള്ള നിലക്ക് വേദങ്ങളിൽ അടങ്ങിയിട്ടുള്ള മാർഗദർശനം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അവര് ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുകയും അദ്ദേഹം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക വചനങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അവര് വിശ്വാസികളായിട്ട് മാറുന്നു. ഇതാണ് പശ്ചാത്തലം. എന്നാൽ മക്കയിലെ ആളുകള് അവർക്ക് വേണ്ടിയാണ് അള്ളാഹു ഒന്നാമതായി ഈ പ്രവാചകനെ നിയോഗിച്ച് അയച്ചിട്ടുള്ളതും അതുപോലെ ദൈവിക ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുള്ളതും. പക്ഷെ അവർക്ക് അതിന്റെ മൂല്യവും വിലയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവര് പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുകയാണ് അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാഹുവിന്റെ ദൂതനെ, അള്ളാഹുവിന്റെ ഈ വേദഗ്രന്ഥത്തെ. അപ്പോ പുറം നാട്ടിൽ നിന്ന് വന്ന, വിദൂരമായ രാജ്യത്തു നിന്ന് വന്ന, എത്യോപ്യയിൽ നിന്ന്, അബിസീനിയയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ വേദക്കാരായ ആളുകള് അദ്ദേഹത്തിൽ വിശ്വാസമുള്ളവരായി മാറിയിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വേദക്കാരെല്ലാവരും വിശ്വാസമുള്ളവരായിരിക്കുന്നു എന്നല്ല, മാത്രവുമല്ല ബഹുഭൂരിപക്ഷം വേദസമൂഹത്തിലെ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഘട്ടത്തിൽ എത്യോപ്യയിലേക്കുള്ള പലായനം കഴിഞ്ഞ വളരെയൊന്നും പിന്നിടുന്നതിന് മുമ്പായി മക്കയിലെത്തിയ എത്യോപ്യൻ ക്രൈസ്തവ സംഘം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച് ഉൾക്കൊണ്ട് വിശ്വാസം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് അള്ളാഹുവിടെ പരാമർശിക്കുന്നത്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ മിൻ ഖബ്ലിഹി. ഈ വിശുദ്ധ ഖുർആന് മുമ്പ് തന്നെ
വേദം നൽകപ്പെട്ടിരുന്ന വിഭാഗം ആളുകൾ, അവര് ഹും ബിഹി യുഅ്മിനൂൻ, അവർ ഇതിൽ വിശ്വാസമുള്ളവരായി മാറിയിരിക്കുന്നു. വൈദാ യുത്ലാ അലൈഹിം, അവര് ഈ വേദത്തിലെ വിശുദ്ധ ഖുർആനിലെ ആയാത്തുകൾ അവർക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെടുമ്പോ ഖാലു, അവര് പറയുന്നത് ഇങ്ങനെയാണ്: ആമന്നാ ബിഹി, ഞങ്ങൾ ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിന, ഇത് ഞങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യം തന്നെയാണ്. ഇന്നാ കുന്നാ മിൻ ഖബ്ലിഹി മുസ്ലിമീൻ, നേരത്തെ തന്നെ മുസ്ലിങ്ങളായിരുന്നവരാണ് ഞങ്ങൾ എന്നാണ് അവർ പറയുന്നത്. അവര് സത്യസാക്ഷ്യം വഹിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ദൈവിക വെളിപ്പാടുകൾ തന്നെയാണ്. അദ്ദേഹം പഠിപ്പിക്കുന്നത് സത്യം തന്നെയാണ്. മാത്രവുമല്ല, അത് തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള തൻസീലായി അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഹഖ് തന്നെയാണ്. ഞങ്ങളോ നേരത്തെ തന്നെ പടച്ച തമ്പുരാന് കീഴ്പ്പെട്ട ആളുകളായിരുന്നു. നേരത്തെ തന്നെ ഞങ്ങൾ പ്രവാചകന്മാരെ അംഗീകരിച്ചിട്ടുണ്ട്, വേദഗ്രന്ഥങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഏകത്വം ഉൾക്കൊണ്ടിട്ടുണ്ട്, പാരത്രിക ജീവിതത്തിൽ വിശ്വാസമുള്ളവരായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ മുസ്ലിങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞങ്ങൾ നേരത്തെ തന്നെ ദൈവിക പ്രവാചകന്മാരെ അംഗീകരിച്ച ആളുകളാണ്. ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്നത് പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്നുള്ള സത്യം തന്നെയാണ്. ഞങ്ങൾ ഇക്കാര്യം നേരത്തെ തന്നെ ഉൾക്കൊള്ളുന്നവരും അംഗീകരിക്കുന്നവരുമാണ് എന്നാണ് ഈ ക്രൈസ്തവ സമൂഹത്തിലെ ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി മക്കയിൽ വന്ന ആളുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടത്തിയ കൂടിക്കാഴ്ച മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കള് സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു. അബൂജഹല് വളരെ അകലെയല്ലാത്തൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇവർ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് അവര് പിരിഞ്ഞു പോകുന്ന ഘട്ടത്തില് അബൂജഹൽ അവരെ നേരിടുന്നുണ്ട്. അവരോട് കടുത്ത ആക്ഷേപസ്വരത്തില് അബൂജഹൽ പറയുന്നത്, നിങ്ങളെ നിങ്ങളുടെ നാട്ടുകാര് പറഞ്ഞയച്ചത് കാര്യങ്ങളൊക്കെ പോയി പഠിച്ച് മനസ്സിലാക്കി വന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള നിലക്കാണല്ലോ. പക്ഷെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണ്? നിങ്ങൾ വന്ന പാടെ മുഹമ്മദ് പറയുന്നത് കേട്ട് അതങ്ങ് വിശ്വസിച്ച് സ്വന്തം മതത്തെ കൈയൊഴിയുന്നവരായി നിങ്ങൾ മാറിയിരിക്കുന്നു. നിങ്ങൾ അങ്ങേയറ്റത്തെ ഘോഷന്മാര് തന്നെയാണ്, മഹാവിഡ്ഢികളാണ് നിങ്ങൾ എന്നാണ് അബൂജഹല് അവരോട് പറയുകയുണ്ടായത്. നിങ്ങളോട് കാര്യങ്ങൾ പഠിച്ചു വരാനല്ലേ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് മുഹമ്മദിന്റെ സംസാരത്തിൽ പെട്ട് അത് അംഗീകരിക്കുന്നവരായി മാറിയല്ലോ. എന്നിട്ട് സ്വന്തം മതത്തെ ഉപേക്ഷിക്കുന്നവരുമായി മാറിയല്ലേ നിങ്ങൾ എന്ന വിധത്തില് ആക്ഷേപിക്കുകയാണ് അബൂജഹല് ചെയ്യുന്നത്. ആ ഘട്ടത്തില് ഈ ക്രൈസ്തവ സംഘം അവരുടെ നിലപാട് വളരെ വ്യക്തതയോടുകൂടി പ്രഖ്യാപിക്കുന്നുണ്ട്. തുടർന്നുള്ള ആയത്തില് അള്ളാഹു അത് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ പറയാം. അപ്പോ ഈ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി, ഞങ്ങളിത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചതാണ്, ഞങ്ങൾക്കത് ബോധ്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് അബൂജഹലിനെയും അയാളോടൊപ്പം ഉണ്ടായിരുന്ന അയാളുടെ അനുയായികളെയും മാറ്റി നിർത്തിക്കൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് ഈ ക്രൈസ്തവ സംഘം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിധേയത്വവും വിശ്വാസവും ഒക്കെ അർപ്പിച്ചുകൊണ്ടാണ് അവർ ഈ നിലപാട് സ്വീകരിക്കുന്നതും തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നതും. ഇതാണ് ആ ചരിത്ര സംഭവം. അപ്പോ ഈ ആളുകളെ ദൈവിക സൂക്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ വൈദാ യുത്ലാ അലൈഹിം, അവര് പറയുക ഖാലു, അവരിങ്ങനെയാണ് പറയുക, ആമന്നാ ബിഹി, ഞങ്ങൾ ഇത് വിശ്വസിച്ചിരിക്കുന്നു, ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിന, ഞങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സത്യമാണിത്, ഇന്നാ കുന്ന മിൻ ഖബ്ലിഹി മുസ്ലിമീൻ,
ഇതിനു മുമ്പ് തന്നെയും ഞങ്ങൾ മുസ്ലിങ്ങളായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഒരുപാട് ചർച്ചകള് ഈ പ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിറുകൾ നടത്തുന്നത് കാണാൻ കഴിയും. വളരെ പ്രാധാന്യമുള്ള പല മുഫസ്സിറുകളും ഈ ആയത്തിലെ മുസ്ലിമീൻ എന്ന പ്രയോഗത്തെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാതെയാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്നതും ഒരു വസ്തുതയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമൂൻ എന്നത് അള്ളാഹു അവന്റെ ദൂതന്മാർ മുഖേന സത്യം സമൂഹത്തെ പഠിപ്പിച്ചപ്പോ അത് ഉൾക്കൊണ്ട് അംഗീകരിച്ച് അള്ളാഹുവിന്റെ മാർഗം സ്വീകരിക്കാൻ സന്നദ്ധരായ, അള്ളാഹുവിന് വഴിപ്പെടാൻ സന്നദ്ധരായ മുഴുവൻ ആളുകളെയും വിളിക്കുന്ന പേരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് മാത്രമുള്ള പേരല്ല മുസ്ലിമൂൻ എന്നത്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ മിൻ ഖബ്ലു വഫീ ഹാദ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. നിങ്ങളെ അവൻ വിളിച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾ എന്നാണ്. ഈ വേദത്തിലും ഇതിന്റെ മുമ്പുള്ള വേദങ്ങളിലും അങ്ങനെ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗം സ്വീകരിച്ച മുഴുവൻ ആളുകളെയും വിളിച്ചിരിക്കുന്ന പേര് മുസ്ലിമൂൻ എന്നാണ്. മുഴുവൻ പ്രവാചകന്മാരും അള്ളാഹുവിന് വഴിപ്പെട്ട, അള്ളാഹുവിന് സമർപ്പിക്കാൻ സന്നദ്ധരായ മുസ്ലിമായ ആളുകൾ തന്നെയായിരുന്നു. പ്രവാചകന്മാരെ പിൻപറ്റുകയുണ്ടായ എല്ലാ കാലഘട്ടങ്ങളിലെയും ആളുകളും മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ മറ്റു പല പേരുകളും അവർക്ക് വന്നു ചേരുന്നത്, ഉദാഹരണത്തിന് യഹൂദരെന്നോ ക്രൈസ്തവരെന്നോ സാബികളെന്നോ ഒക്കെയുള്ള പേരുകൾ അവർക്ക് വന്നു ചേരുന്നത് അവരിൽ ചില വൈകല്യങ്ങളോ വ്യതിചലനങ്ങളോ ഒക്കെ വന്നു ചേരുന്ന ഘട്ടത്തിലാണ്. അതിനു മുമ്പ് എല്ലാ പ്രവാചകന്മാരും, അള്ളാഹുവിന്റെ മാർഗം സ്വീകരിക്കാൻ സന്നദ്ധരായ മുഴുവൻ പ്രവാചകന്മാരും അറിയപ്പെട്ടിരുന്നത് മുസ്ലിങ്ങൾ എന്ന് തന്നെയാണ്. ധാരാളം ഉദാഹരണങ്ങള് അല്ലെങ്കിൽ ഇതിന് ഉപോത്ബലകമായ തെളിവുകള് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആളുകള് മക്കയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കാനിടയായ ഈ എത്യോപ്യയിൽ നിന്നെത്തിയ ആ സംഘം വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ കേൾക്കാനിടയായിട്ട് അതിലടങ്ങിയിട്ടുള്ള സത്യം ബോധ്യപ്പെട്ടത് കാരണമായി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു എന്നത് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഇവര് പറയുന്നത് ഞങ്ങള് നേരത്തെ തന്നെ മുസ്ലിങ്ങളായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈസ അലൈഹിസ്സലാമിനെ പിൻപറ്റിക്കൊണ്ട് സത്യമാർഗം സ്വീകരിച്ച ആളുകൾ എന്നുള്ള നിലക്ക് തന്നെ ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഇപ്പോ ഈസ അലൈഹിസ്സലാമിന് ശേഷം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥവും അത് കൊണ്ടുവന്നിട്ടുള്ള പ്രവാചകനും അതിലും ഞങ്ങൾ വിശ്വസിക്കുന്നവരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങള് മറ്റൊരു നിലക്ക് കൂടി മുസ്ലിങ്ങളായി മാറുകയാണ് എന്നതാണ് ഇവർ പറയുന്നതിന്റെ ചുരുക്കം. ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗം അവലംബിച്ച് ജീവിക്കുന്ന ആളുകളെ മുസ്ലിങ്ങളാണ് വിളിക്കുക എന്നത് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ചില ആയത്തുകൾ ഒന്ന് കേട്ടു നോക്കൂ. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ജീവിതക്രമം, ജീവിത സരണി ഇസ്ലാമാണ് എന്നാണ് അവിടെ പറയുന്നത് സൂറത്തു ആല ഇമ്രാനിൽ. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിനെ മാത്രം പരാമർശിച്ചുകൊണ്ടല്ല, പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. സൂറത്ത് ആല ഇമ്രാനിൽ തന്നെ മറ്റൊരിടത്ത് കാണാം, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാത്ത മറ്റു വല്ലതിനെയുമാണ് ആരെങ്കിലും ദീനായിട്ട് തേടുന്നതെങ്കിൽ, ദീനായിട്ട് തൃപ്തിപ്പെടുന്നതെങ്കിൽ അതൊരിക്കലും തന്നെ അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഒരുപാട് ദൂതന്മാര് അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് അവരുടെ അനുയായികളും അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരികെ പോയിട്ടുണ്ട്. അവരൊക്കെയും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യരാണ്. അവര് പിന്തുടർന്നിരുന്നത് ഇതേ സമർപ്പണത്തിന്റെ മതം തന്നെയായിരുന്നു എന്നാണ് ഈ വാചകം സൂചിപ്പിക്കുന്നത്. മറ്റൊരിടത്ത് നൂഹ് അലൈഹിസ്സലാം പറയുന്നത് കാണാം, ഇൻ അജ്രി ഇല്ലാ അലല്ലാഹ് വ ഉമിർതു
അൻ അകൂന മിനൽ മുസ്ലിമീൻ. നൂഹ് അലൈഹിസ്സലാം യഥാർത്ഥത്തിൽ ആദം അലൈഹിസ്സലാമിന്റെ കാലം പിന്നിട്ട് വളരെയൊന്നും വൈകാതെ ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഘട്ടത്തില് കടന്നു വന്ന വളരെ പൗരാണികനായ ഒരു ദൂതനാണ്. അദ്ദേഹം പറയുന്നത്, എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കലാണ്. ഉമിർത്തു അൻ അകൂന മിനൽ മുസ്ലിമീൻ, അവന് കീഴ്പ്പെട്ടവനായിക്കൊണ്ട് നിലകൊള്ളുന്നവരുടെ കൂട്ടത്തിലാവണം, മുസ്ലിംകളുടെ കൂട്ടത്തിലാവണം എന്നാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അപ്പൊ നൂഹ് അലൈഹിസ്ലാം സ്വയം പരിചയപ്പെടുത്തുന്നത് തന്നെ മുസ്ലിം എന്ന നിലക്കാണ്. ഇബ്രാഹിം അലൈഹിസ്ലാമിനോട് അള്ളാഹു നിർദ്ദേശിച്ചത് അസ്ലിം, നീ മുസ്ലിം ആവുക, അള്ളാഹുവിന് സമർപ്പിച്ചവനാവുക എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്ലാം പറഞ്ഞ മറുപടി അസ്ലം തു ബി റബ്ബിൽ ആലമീൻ എന്നാണ്. ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ്, ഞാൻ മുസ്ലിം ആയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്ലാമും അദ്ദേഹത്തിന്റെ മക്കളും പ്രവാചകന്മാരായ സന്താനങ്ങൾ ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിസ്സലാം, അതുപോലെ യാക്കൂബ് അലൈഹിസ്സലാം ഒക്കെ സ്വന്തം മക്കളോട് പറയുകയുണ്ടായത് വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നാണ്. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്നാണ്. അതുപോലെ സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്തിന്റെ അവസാനത്തില് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകള് അവരോട് പറയുന്നത് വനഹ്നു ലഹു മുസ്ലിമൂൻ എന്നാണ്. ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായ മുസ്ലിങ്ങൾ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത് കാണാൻ സാധിക്കുക. അതുപോലെ ഇനിയും ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ ദീൻ പിൻപറ്റുന്ന ആളുകൾ സ്വയം വിളിച്ചിരുന്നതും അവരെ അള്ളാഹു പരാമർശിച്ചിരുന്നതും ഒക്കെ മുസ്ലിം എന്ന പേരിലാണ് എന്നത് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോ കടക്കുന്നില്ല, ഈ കാര്യമൊന്നും സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ അല്ലദീന ആതൈനാഹുമുൽ കിതാബ മിൻ ഖബ്ലിഹി ഹും ബിഹി യുഅ്മിനൂൻ, ഇതിനു മുമ്പ് തന്നെ വേദം നൽകപ്പെട്ടിരുന്ന ആളുകൾ അവര് ഇതിൽ വിശ്വാസമുള്ളവരായിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതിലെ ആയാത്തുകൾ അവരെ കേൾപ്പിക്കപ്പെടുമ്പോൾ ഖാലു ആമന്ന ബിഹി, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു, ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിന, അത് ഞങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സത്യമാണ് എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. ഇന്നാ കുന്നാ മിൻ ഖബ്ലിഹി മുസ്ലിമീൻ, ഞങ്ങൾ നേരത്തെ തന്നെ അള്ളാഹുവിന് സമർപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരാണ് എന്നാണ് അവർ പറയുന്നത്. തുടർന്ന് അള്ളാഹു പറയുകയാണ്, ഉലായിക യുഅ്തഊന അജ്റഹും മർറത്തൈൻ, ഈ കൂട്ടരാണ് 2 തവണ പ്രതിഫലം നൽകപ്പെടുന്ന ആളുകൾ. ഉലായിക, ഈ വിഭാഗം ആളുകൾ, യുഅ്തഊന അജ്റഹും, അവരുടെ പ്രതിഫലം നൽകപ്പെടുന്നു, മർറത്തൈൻ, 2 തവണ. കാരണം എന്താ? ബിമാ സ്വബറു, അവര് സഹനം അവലംബിച്ചത് കാരണമായിട്ടാണ്. ഒരുപാട് സഹനം അവലംബിച്ചുകൊണ്ടാണ് ഇവര് മുസ്ലിങ്ങളായി ജീവിച്ചിട്ടുള്ളത്. ഈസാ അലൈഹിസ്സലാമിന്റെ അനുയായികൾ എന്നുള്ള നിലക്ക് അവര് സത്യമാർഗത്തിൽ നിലകൊള്ളാൻ ഒരുപാട് സഹനം അവലംബിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അംഗീകരിച്ചുകൊണ്ട് വീണ്ടും വിശ്വാസം അരക്കിട്ടുറപ്പിക്കാൻ സന്നദ്ധരായ ഈ ആളുകൾ ആ മാർഗത്തില് സഹനം അവലംബിക്കേണ്ടി വരികയാണ്. ഇത് കാരണമായി ഇവർക്ക് 2 പ്രതിഫലമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. ഒന്ന്, തൗറാത്തിൽ വിശ്വസിച്ചുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെയും തുടർന്ന് ഈസ അലൈഹി ഇസ്ലാമിന്റെയും പാതയിൽ നിലകൊണ്ടതിന്റെ പേരിലാണ് ഒരു പ്രതിഫലം. ഇപ്പോ തൗറാത്തിന്റെ പിൻബലത്തിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശുദ്ധ ഖുർആനെയും അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗം സ്വീകരിക്കാൻ സന്നദ്ധരായി എന്നതിന്റെ പേരിലാണ് 2ാമത്തെ പ്രതിഫലം. ഉലായിക യുഅ്തഊന അജ്റഹും മർറത്തൈനി ബിമാ സബറു, അവരുടെ ഒരു പ്രത്യേകത വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, അവർ തിന്മയെ നേരിടുക നന്മ കൊണ്ടാണ്.
ആരെങ്കിലും ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു തെറി പറയില്ല. മാന്യമായിട്ടേ അവർ സംസാരിക്കുകയുള്ളൂ. ഇങ്ങോട്ട് അനീതി ചെയ്തെന്ന് കരുതി അങ്ങോട്ട് അനീതി ചെയ്യില്ല. ഇങ്ങോട്ട് അക്രമം ചെയ്തു എന്ന് കരുതി അങ്ങോട്ട് അക്രമം ചെയ്യില്ല. അവർ നീതിയും ക്രമവും മാത്രമേ പിൻപറ്റുകയുള്ളൂ എന്നതാണ് അവരുടെ പ്രത്യേകത. കാരണം അവരൊരു ആദർശ സമൂഹമാണ്. അവരൊരിക്കലും തന്നെ തിന്മയെ തിന്മ കൊണ്ട് നേരിടില്ല. തിന്മയെ നന്മ കൊണ്ടാണ് അവർ നേരിടുക. വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ, തിന്മയെ അവര് നന്മ കൊണ്ട് പ്രതിരോധിക്കുന്നു. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള, നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ് അവര് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ചെലവഴിക്കലാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അള്ളാഹു തന്നിരിക്കുന്ന വിഭവങ്ങളൊന്നും തന്നെ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതോ സമ്പാദ്യങ്ങളാക്കി വെക്കാനുള്ളതോ അല്ല, ചെലവഴിക്കാൻ വേണ്ടിയുള്ളതാണ്. ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി, സ്വന്തത്തിന്, കുടുംബത്തിന്, സമൂഹത്തിന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾക്ക് ഒക്കെ വേണ്ടി ചെലവഴിക്കുക എന്നതാണ് അവരുടെ ഒരു പ്രത്യേകത. അവര് നന്മയെ പ്രതിരോധിക്കുന്നത്, തിന്മയെ പ്രതിരോധിക്കുന്നത് നന്മ കൊണ്ടാണ്. അപ്പൊ ഇവിടെ തന്നെ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. ഈ 20 പേരടങ്ങിയ അബിസീനിയൻ സംഘത്തോട് ആക്ഷേപസ്വരത്തിൽ സംസാരിച്ച അബൂജഹലിനോട് അവര് വളരെ മാന്യമായിട്ട്, വളരെ സൗമ്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നതാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം കടുത്ത ആക്ഷേപത്തിന്റെ ഭാഷയിലാണ് സംസാരിച്ചതെങ്കിൽ വളരെ സൗമ്യതയുള്ള, അതേ സമയത്ത് ആദർശപരമായ, ആശയപരമായ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെയുള്ള ഒരു സംസാരമാണ് അവര് തിരിച്ചു നടത്തുന്നത്. അത് ഭാഗികമായിട്ട് തൊട്ടുടനെ വരുന്ന ആയത്തില് അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ നിങ്ങളുമായി പങ്കുവെക്കാം. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് മക്കയിലെ ആളുകൾ മഹാ ദൗർഭാഗ്യവാന്മാരാണ്. സ്വന്തം നാട്ടില്, സ്വന്തം കുടുംബത്തില്, സ്വന്തം ആളായിട്ട് ജീവിച്ച ഒരാളെ അള്ളാഹു തങ്ങളിലേക്കുള്ള ദൂതനായിട്ട് തെരഞ്ഞെടുത്ത് അയച്ചപ്പോ അതിന്റെ സൗഭാഗ്യം ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ അതിന്റെ മാഹാത്മ്യം തിരിച്ചറിയാനോ ഒന്നും ഇവർക്ക് പറ്റിയില്ല. എന്നാൽ മറ്റൊരു വൻകരയിൽ നിന്നുള്ള ആളുകൾ, വളരെ വിദൂരമായ ഒരു നാട്ടിൽ നിന്ന് ഒരു സംഘം വന്ന് ആ പ്രവാചകൻ സത്യവാനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിച്ച് സത്യപ്പെടുത്തി സത്യവിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് തിരികെ പോവുകയാണ്. ഇതാണ് ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രണ്ടാമത് പറഞ്ഞ വിഭാഗം, എത്യോപ്യയിൽ നിന്ന് വന്ന സംഘം, അവരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് അവർക്ക് 2 പ്രതിഫലമാണുള്ളത്, ഇരട്ടി പ്രതിഫലം. ഉലൈക യുഅ്തൗന അജ്റഹും മർറത്തൈൻ, 2 തവണയാണ് അവർക്ക് അവരർഹിക്കുന്ന പ്രതിഫലം നൽകപ്പെടാൻ പോകുന്നത്. ഒന്ന്, അവർ ഈസാ അലൈഹി ഇസ്ലാമിന്റെ അനുയായികളായി സത്യമാർഗത്തിൽ നിലകൊണ്ടു എന്നതിന്റെ പേരിലാണ്. പിന്നീട് ഈസാ അലൈഹി ഇസ്ലാമിന്റെ സന്ദേശങ്ങളുടെ തന്നെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെയും അംഗീകരിച്ചു, ആ മാർഗത്തിലേക്ക് കടന്നു വരികയും ചെയ്തു എന്നതാണ് ശ്രദ്ധേയമായ അവരുടെ ഒരു പ്രത്യേകത. ഇത് കാരണമായിട്ടാണ് അവർക്ക് രണ്ടാമതൊരു പ്രതിഫലം കൂടി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. വളരെ പ്രാധാന്യമുള്ള ഒരു ചരിത്ര സംഭവമാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആളുകള് സ്വയം പരിചയപ്പെടുത്തുന്നത് മുസ്ലിമൂൻ എന്ന പേരിലാണ്. അവര് അള്ളാഹുവിന് സമർപ്പിച്ച ആളുകളാണ്. പൂർവിക പ്രവാചകന്മാരൊക്കെയും തന്നെ മുസ്ലിങ്ങളായിരുന്നു. അവരെ പിൻപറ്റിയ ആളുകളുടെ പേരും മുസ്ലിങ്ങൾ എന്ന് തന്നെയാണ്. അവര് വ്യതിചലനത്തിന്റെ സ്വഭാവം പ്രകടിപ്പിച്ചു തുടങ്ങിയ ഘട്ടങ്ങളിൽ മാത്രമാണ് അവർക്ക് വേറെ പല പേരുകളും വന്നു ചേരുകയുണ്ടായത് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.